എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേൾഡ് ജിയോഗ്രഫിയിലെ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന പർവ്വതനിരയാണ് യുറാൽ. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന പർവ്വതനിര യുറാൽ. കമ്മ്യൂണിസം കൊടുമുടി എവിടെയാണ്? താജിക്കിസ്ഥാൻ. കമ്മ്യൂണിസം കൊടുമുടി താജിക്കിസ്ഥാനിലാണ്. സ്റ്റേപ്പിസ് എന്ന പുൽമേട് ഏത് രാജ്യത്താണ്? റഷ്യ. സ്റ്റേപ്പിസ് എന്ന പുൽമേട് റഷ്യയിലാണ്. പ്രയറീസ് എന്ന പേരുള്ള പുൽമേട് എവിടെ കാണുവാൻ കഴിയും? വടക്കേ അമേരിക്ക. ഇതൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. പ്രയറീസ് എന്ന പേരുള്ള പുൽമേട് എവിടെ കാണുവാൻ കഴിയും? വടക്കേ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കിളിമഞ്ചാരോ. ലോകത്തിൻ്റെ അപ്പപാത്രം എന്നറിയപ്പെടുന്ന പുൽമേട് പ്രയറി പുൽമേട്. ഇത് ഈ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ലോകത്തിൻ്റെ അപ്പപാത്രം എന്നറിയപ്പെടുന്ന പുൽമേട് പ്രയറി പുൽമേട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർ മാത. ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ചേമോലുങ്മ എന്നാണ്. ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ചേമോലുങ്മ എന്നാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിൽ. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നർകൊണ്ടം. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നർകൊണ്ടം. സജീവ അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. സജീവ അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയുമാണ്. 1953. ആരൊക്കെയാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവരാണ്? ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും 1953. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് അപ്പ ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി അപ്പ ഷെർപ്പ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബെയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബെ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയ ആദ്യ മലയാളിയാണ് C. ബാലകൃഷ്ണൻ. എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയ ആദ്യ മലയാളി C. ബാലകൃഷ്ണൻ. എവറസ്റ്റ് കീഴടക്കിയ അംഗവൈകല്യമുള്ള ആദ്യ ഇന്ത്യക്കാരി അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ അംഗവൈകല്യമുള്ള ആദ്യ ഇന്ത്യക്കാരി അരുണിമ സിൻഹ. ലോകത്തിൽ ആദ്യമായി ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിച്ച രാജ്യമാണ് ഇറ്റലി. ലോകത്തിൽ ആദ്യമായി ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിച്ച രാജ്യം ഇറ്റലി. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേസിയറാണ് സിയാച്ചിൻ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലേസിയർ സിയാച്ചിനാണ്. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഗ്ലേസിയറിലാണ്. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഗ്ലേസിയറിലാണ്. സിയാച്ചിനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് നുബ്ര. സിയാച്ചിനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് നുബ്ര. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് ലഡാക്ക്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഗർത്തം പസഫിക്കിൽ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും ആഴമുള്ള ഭാഗം ചലഞ്ചർ ഗർത്തം. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള കടൽ ചെങ്കടലാണ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള കടൽ ചെങ്കടൽ. മഞ്ഞക്കടൽ എന്നറിയപ്പെട്ടിരുന്നത് കിഴക്കൻ ചൈന കടലാണ്. മഞ്ഞക്കടൽ എന്നറിയപ്പെട്ടിരുന്നത് കിഴക്കൻ ചൈന കടൽ. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. പസഫിക് സമുദ്രത്തിന് ശാന്തസമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനാൻഡ് മെഗല്ലനാണ്.
പസഫിക് സമുദ്രത്തിന് ശാന്തസമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനാൻഡ് മെഗല്ലനാണ്. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഏറ്റവും വലിയ കടൽ ദക്ഷിണ ചൈന കടലാണ്. ഏറ്റവും വലിയ കടൽ ദക്ഷിണ ചൈന കടലാണ്. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക്. ഒന്ന് ഓർത്ത് വെച്ചോണം, മാറിപ്പോവില്ല കേട്ടോ. ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് പസഫിക്. ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് പസഫിക്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ലോകത്തിലെ നീളം കൂടിയ നദിയായ നൈൽ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. ലോകത്തിലെ നീളം കൂടിയ നദിയായ നൈൽ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന സമുദ്രഭാഗമാണ് ബെർമുഡ ട്രയാങ്കിൾ. വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന സമുദ്രഭാഗമാണ് ബെർമുഡ ട്രയാങ്കിൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? കാനഡ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. മത്സ്യബന്ധനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. മത്സ്യബന്ധനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം പസഫിക് ആണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം പസഫിക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക്. എസ് ആകൃതിയിൽ അറ്റ്ലാന്റിക്കും ഡി ആകൃതിയിൽ ആർട്ടിക്കുമാണ്. തീരപ്രദേശമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു കടലാണ് സർഗാസോ കടൽ. തീരപ്രദേശമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു കടലാണ് സർഗാസോ കടൽ. സുനാമി എന്നത് ഏത് ഭാഷയിലെ പദമാണ്? ജാപ്പനീസ്. സുനാമി എന്നത് ഏത് ഭാഷയിലെ പദമാണ്? ജാപ്പനീസ്. സുനാമിയെ തുടർന്ന് പൊട്ടിത്തെറിച്ച ജപ്പാനിലെ ആണവ നിലയമാണ് ഫുക്കുഷിമ. സുനാമിയെ തുടർന്ന് പൊട്ടിത്തെറിച്ച ജപ്പാനിലെ ആണവ നിലയമാണ് ഫുക്കുഷിമ. നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെന്റ് ഹെലേനയാണ്. നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെന്റ് ഹെലേന. മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. എന്താണ്? മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് മലാക്ക കടലിടുക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് മഗല്ലൻ കടലിടുക്ക്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് മഗല്ലൻ കടലിടുക്ക്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദ്വീപ് രാഷ്ട്രം ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദ്വീപ് രാഷ്ട്രം ഇന്തോനേഷ്യ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ തൻ്റെ പഠനത്തിന് വിധേയമാക്കിയ ദ്വീപാണ് ഗാലപ്പഗോസ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ തൻ്റെ പഠനത്തിന് വിധേയമാക്കിയ ദ്വീപ് ഗാലപ്പഗോസ് ആണ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജൂലിയാണ്. ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജൂലിയാണ്. ഏറ്റവും വലിയ കരീബിയൻ ദ്വീപ് ക്യൂബയാണ്. ഏറ്റവും വലിയ കരീബിയൻ ദ്വീപ് ക്യൂബ. ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രം നൗറു. ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രം നൗറു. ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ. നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ. പാക് കടലിടുക്കിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് വിപുലമായ കപ്പൽ കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതി സേതു സമുദ്രം പദ്ധതി. പാക് കടലിടുക്കിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് വിപുലമായ കപ്പൽ കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ.
മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ സൂയസ് കനാൽ. സൂയസ് കനാൽ കടന്നു പോകുന്ന രാജ്യം ഈജിപ്റ്റാണ്. സൂയസ് കനാൽ കടന്നു പോകുന്ന രാജ്യം ഈജിപ്റ്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കനാൽ പനാമ കനാലാണ്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കനാൽ പനാമ കനാൽ. ഏറ്റവും കൂടുതൽ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം കാനഡ. ഏറ്റവും കൂടുതൽ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം കാനഡ. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും ആഴം കൂടിയ തടാകം ബെയ്ക്കൽ തടാകം. ഏറ്റവും ആഴം കൂടിയ തടാകമാണ് ബെയ്ക്കൽ തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. വടക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദി മിസോറി മിസിസിപ്പി. വടക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദി മിസോറി മിസിസിപ്പി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ആമസോൺ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ആമസോൺ. നൈൽ നദി ഒഴുകുന്ന വൻകര ആഫ്രിക്ക. നൈൽ നദി ഒഴുകുന്ന വൻകര ആഫ്രിക്ക. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹൊയാങ് ഹോ. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹൊയാങ് ഹോ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹൊയാങ് ഹോയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹൊയാങ് ഹോ. അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയെ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയെ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ്. ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ആമസോൺ ആണ്. ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ആമസോൺ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗയാണ്. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്ന നദി കോങ്കോ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾ ഒഴുകുന്ന രാജ്യം ഇറാഖാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾ ഒഴുകുന്ന രാജ്യം ഇറാഖ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി. ലോകത്തിലെ ഏറ്റവും വലിയ ഗിരികന്ധരമാണ് ഗ്രാൻഡ് കന്യാൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗിരികന്ധരം ഗ്രാൻഡ് കന്യാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖം ഓബാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖം ഓബ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം. കെരപ്പ കുപ്പൈ മേരു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ വെള്ളച്ചാട്ടം. അതിന് വേറെയും പേരുണ്ട്, കെരപ്പ കുപ്പൈ മേരു. കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമായ പ്രതിഭാസമാണ് എൽ നിനോ. കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമായ പ്രതിഭാസമാണ് എൽ നിനോ. എൽ നിനോ വിടവാങ്ങുമ്പോൾ പ്രത്യക്ഷമാകുന്ന പ്രതിഭാസം ലാ നിന. എൽ നിനോ വിടവാങ്ങുമ്പോൾ പ്രത്യക്ഷമാകുന്ന പ്രതിഭാസം ലാ നിന. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സപ്പോർട്ട് മീ. വരുന്ന PSC എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. 1 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.